ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 21 തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങൾക്ക് ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായമാണ്. ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ളതായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് തൊഴിൽ നിയമങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കുന്ന ഒരു അധ്യായമാണിത്. വളരെ മനോഹരമായിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു ഭവനത്തിൽ ദാസനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ 6 വർഷം അവൻ ദാസ്യവൃത്തി ചെയ്താൽ 7-ാം വർഷത്തിൽ അവനെ സ്വതന്ത്രനായി വിടണമെന്നുള്ളതാണ് വചനത്തിൻ്റെ നിയമം. അങ്ങനെ 6 വർഷം കഴിഞ്ഞു. 7-ാമത്തെ വർഷം അവൻ സ്വതന്ത്രനായി പോകേണ്ട വർഷം അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ യജമാനെ വളരെയധികം സ്നേഹിക്കുന്നു, എനിക്കൊരു നല്ല യജമാനാണ്, ഈ യജമാനെ വിട്ട് ഞാൻ എവിടെ പോകാനാണ്, യജമാനെ അങ്ങയുടെ ദാസനായി എന്നും ജീവിതകാലം മുഴുവൻ തുടരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിനെന്നെ അനുവദിക്കണമേ എന്നവൻ പറഞ്ഞാൽ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ 16-17 വാക്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദാസ്യവൃത്തി ആരാണ് ആഗ്രഹിക്കുന്നത്? സാധാരണഗതി ആരും ആഗ്രഹിക്കുകയില്ല. ഗതികേട് കൊണ്ടാണല്ലോ വല്ലവരുടെയും ദാസനായിരിക്കാൻ പോകുന്നത്. എന്നാൽ അടിമത്തമുള്ള കാലത്തും ഈ യജമാനൻ്റെ വീട്ടിൽ അടിമയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം. അബ്രഹാമിൻ്റെ വീട്ടിലൊരു എലയേസർ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അയാളാണ് നോക്കി നടത്തിയത്. എന്തിന്? അബ്രഹാമിൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യ തിരഞ്ഞെടുക്കുന്ന കാര്യം പോലും എലയേസറാണ് ചെയ്തത്. എന്നാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന മനുഷ്യരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അവരുടെ കാതുകൾ തുളച്ചിരിക്കുന്നതായിട്ട് കാണാം. അവിടെ കാതുകൾ തുളയ്ക്കപ്പെട്ടതായിട്ട് കാണാം. അന്നത്തെ കാലത്ത് പറയുന്നത്, അവരെ കാത് തുളച്ചിട്ട് യജമാനൻ്റെ അടയാളമുള്ള ഏതെങ്കിലും ഒരു ആഭരണം, ഒരു കുണുക്ക് ആ കാതിലിട്ടിരിക്കും. യജമാനൻ്റെ പെരുമാറ്റവും പ്രവൃത്തികളും അടിമയ്ക്ക് വളരെ ഹൃദ്യമായി തോന്നി. എന്നെ ഒരു അപ്പനെ പോലെ സ്നേഹിക്കുന്നു, എന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്നു. ഞാൻ ഈ മനുഷ്യനെ സേവിച്ച് 6 വർഷം എനിക്കൊരു കുറവും വന്നിട്ടില്ല, എൻ്റെ കുടുംബത്തിനൊരു കുറവും വന്നിട്ടില്ല, ഞാനൊരു അടിമയാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല, ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് യജമാനെ ഞാൻ അങ്ങയുടെ അടിമയായിട്ട് തുറന്നുകൊള്ളാം, ദാസനായി തുറന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് ഈ 14-15 വാക്യങ്ങളിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? പറയുകയാണ്, നിൻ്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിറ്റിട്ട് 6 സംവത്സരം നിന്നെ സേവിച്ചാൽ 7-ാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയായിട്ട് അയക്കരുത്. നിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവനെ ഔദാര്യമായി ദാനം ചെയ്യണം. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തു എന്നും ഓർക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് അപേക്ഷിക്കുന്നു. എന്നാൽ ദാസൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ട് നിൻ്റെ അടുക്കൽ അവന് സുഖമുള്ളതുകൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ, നീ ഒരു സൂചി എടുത്ത് അവൻ്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം. നിൻ്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം. അവനൊരു കൂലിക്കാരൻ്റെ ഇരട്ടി കൂലിക്ക് തക്കതായി 6 സംവത്സരം നിന്നെ സേവിച്ചതുകൊണ്ട് അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ നിനക്ക് വ്യസനം തോന്നരുത്. നിൻ്റെ ദൈവമായ യഹോവ നീ ചെയ്യുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കും. എത്ര മനോഹരമായിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അടിമത്വം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തെ ഒരു അടിമ ചെയ്യുന്നതായിരിക്കുന്ന കാര്യമാണ്. എൻ്റെ യജമാനൻ നല്ലവനാണ്, എനിക്ക് അവന് ഒരു പിതാവിനെ പോലെയാണ് ഇരുന്നത്, എന്നെ സ്നേഹിക്കുകയും കരുതുകയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിരുന്നു. ഞാനൊരിക്കലും ഒരു അടിമയാണെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എനിക്ക് ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ് അവരെന്നെ കരുതിയത്. അതുകൊണ്ട് ഞാനെന്താ ഈ വീട് വിട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ, അവനെ കൊണ്ടുവന്ന് കട്ടിലക്കാൽമേൽ വെച്ചിട്ട് അവനെ കാത് തുളയ്ക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. സ്വാതന്ത്ര്യമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? സ്വതന്ത്രനായി പോകാനായിട്ട് അനുവാദം ഉണ്ടായിട്ട് ആരാ പറയുന്നത് ഞാൻ ഇവിടത്തിൽ നിന്നുള്ളതെന്ന് പറയുന്ന ആളുകളുണ്ട്. അതേക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടുന്നതായിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളാണ്, നമ്മുടെ ഇടപാടുകളാണ് ആളുകളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്നത്. ഒരു നല്ല മനുഷ്യൻ, അവൻ യജമാനാണെന്ന് വന്നാലും അവരൊരു നല്ല മനുഷ്യനാണെങ്കിൽ അവനെ വിട്ട് ആരാ പോകുന്നത്? വിട്ടു പോകില്ല.
കാരണം മനുഷ്യനെന്താ ആവശ്യം? മനുഷ്യന് വേണ്ടത് സ്നേഹമാണ്, മനുഷ്യന് വേണ്ടത് ബഹുമാനമാണ്, മനുഷ്യന് വേണ്ടത് ആദരവാണ്, മനുഷ്യന് വേണ്ടത് ആഹാരമാണ്, മനുഷ്യന് വേണ്ടത് വസ്ത്രമാണ്, മനുഷ്യന് വേണ്ടത് അവൻ്റെ ബഹുമാനമാണ്. ഇതെല്ലാം ഈ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവനെന്തിനാണ് പോകുന്നത്? ഞാനതേക്കുറിച്ച് പറയുന്നത്, നാം മനുഷ്യനോട് അവരെ മനുഷ്യരായി കണക്കാക്കി പെരുമാറിയാൽ അവരെന്നും നമ്മോട് സ്നേഹമുള്ളവരായിരിക്കും. എന്നാൽ ഇവൻ്റെ കാത് തുളയ്ക്കണമെന്നാണ്. തുളയ്ക്കപ്പെട്ട കാതിന് പറയാനുള്ള കഥ എന്താണെന്നറിയാമോ? സന്ദേശമുണ്ട്. തുളയ്ക്കപ്പെട്ട കാതിനൊരു സന്ദേശമുണ്ട്. എൻ്റെ യജമാനൻ നല്ലവനാണ്, എനിക്കിവിടെ സുഖമാണ്, യജമാൻ്റെ കുടുംബം എൻ്റെ കുടുംബമാണ്, യജമാനെ സേവിക്കുന്നതാണ് എൻ്റെ ധർമ്മം, എൻ്റെ യജമാനൻ എനിക്കൊരു പിതാവാണ്, എൻ്റെ യജമാനൻ എനിക്കൊരു സഹോദരനാണ്, യജമാൻ്റെ മക്കൾ എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. അതാണ് ആ തുളയ്ക്കപ്പെട്ടതായിരിക്കുന്ന കാത് പറയുന്നത്. നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി കാതുകൾ തുളയ്ക്കപ്പെട്ടവരായിരിക്കണമെന്ന് ഞാൻ പറയട്ടെ. ബൈബിൾ അങ്ങനെ വാക്യമുണ്ട്, നീ എൻ്റെ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു, നീ എൻ്റെ കാതുകളെ, സങ്കീർത്തനത്തിൽ പറഞ്ഞു, നീ എൻ്റെ കാതുകളെ എനിക്ക് തുളച്ചിരിക്കുന്നു. കാതുകളിൽ അങ്ങനെ കുണുക്കനിടും. ഏത് ദൈവത്തെയാണോ സേവിക്കുന്ന ആ ദൈവത്തിൻ്റെ അടയാളം ആ കാതുകളിടുക പതിവാണ്. ഇശ്മായില്യർക്ക് എല്ലാവർക്കും കാതുകളുണ്ടായിരുന്നു, അവരുടെ ദൈവത്തിൻ്റെ അടയാളമാണ്. ഇന്നും അങ്ങനെയാണ്. ഓരോ മനുഷ്യരുടെ കാതുകൾ നോക്കിയാൽ ഏതാണ്ട് ഏത് മതക്കാരാണെന്ന് പറയാനായിട്ട് കഴിയും. ഇന്നിപ്പോൾ പിന്നെ സെക്യുലറിസം വന്നതുകൊണ്ട് കാതുകൾ കിടക്കുന്നത് നോക്കി നമുക്ക് മതം നിശ്ചയിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ കാതുകൾ ദൈവത്തിന് വേണ്ടി തുളയ്ക്കപ്പെട്ട കാതുകളായിരിക്കണം. നാം ആ കാതുകൾ കൊണ്ട് എന്താ പറയുന്നത്? എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്, എൻ്റെ ദൈവം എനിക്കൊരു പിതാവാണ്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്, എൻ്റെ ദൈവം എന്നെ കരുതുന്നവനാണ്, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചവനാണ്, എനിക്കൊരു കുറവും വരാതെ എന്നെ നടത്തുന്നവനാണ്. അതാണ് നമ്മുടെ കാതുകൾ പറയേണ്ടതായിരിക്കുന്ന സാക്ഷ്യം. അങ്ങനെ നമ്മുടെ കാതുകൾ പറയണം. നാം ദൈവത്തോട് പറയണം, ദൈവമേ അവിടുന്ന് നല്ല യജമാനാണ്, എൻ്റെ യജമാനാണ്, എൻ്റെ രണ്ട് കാതുകളെയും അവിടെ തുളയ്ക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അടിമയായിരിക്കുന്നത് ലോകത്തിൻ്റെ സ്വതന്ത്രനായിരിക്കുന്നതിനേക്കാൾ ഏറെ നല്ലതാണ് ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിൽ ആരുടെയെങ്കിലും അടിമയായിരിക്കണം, ദൈവത്തിൻ്റെ അടിമയാകണം. ലോകത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ എത്രയോ വലിയ സ്വാതന്ത്ര്യമാണ്. ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ലോകം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിവാസം ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നില്ല. ഇഷ്ടമുള്ളത് ചെയ്യാൻ, ശരിയായത് ചെയ്യാൻ, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ ഉദ്ദേശത്തോടുകൂടി ശരിയായ വിധത്തിൽ ചെയ്യുവാനുള്ളതായിരിക്കുന്ന അവസരമാണ്, അതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അല്ലാതെ തോന്നിയാസം ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമല്ല. അതുകൊണ്ട് തുളയ്ക്കപ്പെട്ട കാതുകൾ നമുക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധി തുളയ്ക്കപ്പെട്ട കാതുകൾ. നിങ്ങളുടെ കാതുകൾ തുളയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അക്ഷരാർത്ഥത്തിൽ തുളയ്ക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിച്ചു എന്നുള്ളതിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കാതുകൾ തുളയ്ക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ യജമാൻ്റെ ശബ്ദം കേൾക്കുന്ന കാതുകളിലൂടെയാണ്. യജമാൻ്റെ ആജ്ഞ അനുസരിക്കാനായിട്ട് ആദ്യമായിട്ട് കാതാണ്. പറയുന്നത് കേൾക്കുന്നവനാണല്ലോ ദാസനെന്ന് പറയുന്നത്. അതുകൊണ്ട് കാതാണ്. നമുക്കും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ, ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുളയ്ക്കപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവം വലിയവനാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.